ഹായ് ഫ്രണ്ട്സ്, വിശുദ്ധ വേദപുസ്തകത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. ധനവാന്റെയും ദരിദ്രൻ്റെയും കഥ. വളരെ സുഖലോലുപതയിൽ കഴിഞ്ഞ ആളായിരുന്നു ധനവാൻ. സ്വന്തമായി അധ്വാനിക്കുക, സ്വന്തമായി ഭക്ഷിക്കുക, തിന്നുക, കുടിക്കുക, ആർക്കും ഒന്നും നൽകുവാൻ ആഗ്രഹിച്ചിരുന്നില്ല ഈ ധനവാൻ. എന്നാൽ ഈ ധനവാന്റെ വീട്ടുപടിക്കൽ ഒരു സാധുവായ മനുഷ്യൻ കിടന്നിരുന്നു. എപ്പോഴും ഈ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിച്ചാണ് അവൻ തൻ്റെ വിശപ്പ് അടക്കിയിരുന്നത്. തെരുവിലെ നായ്ക്കളും എല്ലാം ഒത്തുകൂടി അവൻ്റെ കാലിലെ വ്രണം നക്കുവാനെത്തിയിരുന്നു. അങ്ങനെ നാളുകൾ വളരെ കടന്നുപോയി. ദരിദ്രനായ മനുഷ്യൻ മരിച്ചു. സമ്പന്നനായ മനുഷ്യനോ അദ്ദേഹവും മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് ഒരു സമൂഹം തന്നെ അദ്ദേഹത്തെ കാണുവാൻ ഒത്തുകൂടി. എന്നാൽ ഈ പാവപ്പെട്ടവനായ മനുഷ്യനോ അദ്ദേഹത്തെ കാണാൻ ആരും വന്നില്ല. അങ്ങനെ ഈ പാവപ്പെട്ട ഈ മനുഷ്യൻ്റെ ആത്മാവ് സ്വർഗത്തിലെത്തി മാലാഖമാരുടെ അടുത്ത്. ധനവാന്റെ ആത്മാവോ നിത്യമായ നരകത്തിൽ കിടന്നു. അവൻ കിടന്ന് നിലവിളിച്ചു, എന്നെ ഇതിൽ നിന്ന് രക്ഷിപ്പാൻ ആരെങ്കിലും ഒന്ന് വന്നിരുന്നുവെങ്കിൽ. അപ്പോൾ ഒരു ശബ്ദം അവൻ കേട്ടു, ഹേ മനുഷ്യ, നീ ഭൂമിയിൽ എത്ര അഹങ്കാരത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. നീ ആരുടെയും വേദനകളെ അറിഞ്ഞില്ല, നീ ആരെയും സഹായിച്ചില്ല, നീ സ്വന്തമായി നിന്റെ ജീവിതം ജീവിച്ചു തീർത്തു. അതിനാൽ നീ നിത്യ നരകാഗ്നിയിൽ കിടന്നുകൊള്ളുക. ഈ ദരിദ്രനായ മനുഷ്യനോ അവൻ ഒരു സുഖവും അനുഭവിച്ചില്ല. അതിനാൽ ഈ സ്വർഗത്തിൽ തന്നെ അവൻ ജീവിക്കും. പ്രിയ കൂട്ടുകാരെ, ഈ കഥയിൽ നാം എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ദൈവം തന്ന ഈ ജീവിതം എത്രയോ വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്ത് ഈ ലോകത്ത് ജീവിക്കുക.